എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർഡിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മുടെ എല്ലാ വീഡിയോകളും ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കമൻസും അല്ലെ ഓരോ വ്യത്യാസങ്ങളും എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നുമുണ്ട് എന്നാണ് വിശ്വാസം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളുടെ വീഡിയോസിനകത്ത് കൂടുതലും ബഡ്ജറ്റഡ് വീടുകളല്ല, ഇച്ചിരി കൂടിയ പ്രൈസ് കൂടിയ വീടുകളാണ് എന്നൊരു ആൾക്കാരുടെ അഭിപ്രായം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറഞ്ഞ വിലയിലുള്ള വീടുകളും കാണിക്കണം എന്നുള്ള ആൾക്കാരുടെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു. അപ്പോൾ ആ അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇന്നൊരു വീട്ടിൽ നിൽക്കുന്നത്. ഒരു ഒറ്റ നില ഒരു കുഞ്ഞു വീടാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞെന്ന് നിങ്ങൾക്ക് ഇവിടെ തോന്നുമ്പോൾ അത്ര ചെറുതായിട്ട് തോന്നുമെങ്കിലും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് വീടിൻ്റെ ഗേറ്റ് നോക്കാം. സ്ക്വയർ ട്യൂബിൽ ചെയ്തേക്കുന്ന ഗേറ്റുകളാണ്. അതിന് ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ഇവിടെ സ്ലൈഡിങ് ആണ് കൊടുത്തേക്കുന്നത്, ഗേറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫുൾ ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ കവേർഡ് അല്ല കാർ പാർക്കിംഗ്, പക്ഷേ നമുക്ക് കവേർഡ് ആക്കാം. ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കവേർഡ് ആക്കാം. പാവിങ് ടൈൽസ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അത് റെഡും ബ്ലാക്കും വൈറ്റും ചേർന്ന ഒരു കളർ കോമ്പിനേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു പാർക്കിംഗ് സ്പേസിൻ്റെ ഈ ഒരു പോർഷൻ വരെയും അതേപോലെ തന്നെ ഈ ഒരു ചെറിയ പോർഷൻ വരെയും മാത്രമേ ഈ പാവിങ് ടൈൽസ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും ടൈൽസ് യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും പോർഷനിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ വീട് മൊത്തത്തിൽ നിൽക്കുന്നത് 3 സെൻറ്റിലാണ്. മൊത്തം 850 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഈ വീടുള്ളൂ. 2 BHK ആണ് ഈ വീട്. അപ്പോൾ നമുക്ക് ഈ വീടിന് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ആദ്യം പുറമേ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ, അതായത് ചെറിയ രീതിയിൽ പെയിൻറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. വൈറ്റ് കളറും അതേപോലെ തന്നെ മഞ്ഞ കളറും ചേർത്തിട്ടാണ് ഇവിടുത്തെ പെയിൻറ്റിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. സിറ്റ് ഔട്ട് ഒരു എന്താ പറയുക, വൈറ്റ് കളർ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ ടൈലിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ലൈൻസ് പോകുന്നുണ്ട്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റ് ഔട്ടാണ്, ഒരുപാട് വലിയ സിറ്റ് ഔട്ടല്ല, പക്ഷേ ചെറുതാണെങ്കിലും നല്ല ഒതുക്കമുള്ള കുഞ്ഞൊരു സിറ്റ് ഔട്ട്. അപ്പോൾ ഇവിടെ ചെറിയ ഫാൻ ഇടാനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ലൈറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. മെയിൻ വാതിലിനെ വലിയ അലങ്കാരപ്പണികളൊന്നും ചെയ്യാതെ തന്നെ വളരെ പ്ലെയിനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. മഹാഗണി കൊണ്ടാണ് ഇവിടുത്തെ ഡോറുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഡോറ് തുറന്നിറങ്ങി വരുന്നത് പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഡോറ് വെച്ചിരിക്കുന്നത്. ഇനി തുറന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാം. സിറ്റ് ഔട്ടിൽ വൈറ്റ് കളർ ടൈൽസാണ്. ഇവിടെ കുറച്ചുകൂടെ ഒരു ഐവറി കളറോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളർ, ഒരു ഡിസൈനുള്ള കളറാണ് ടൈൽസാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ആ ടൈൽസിനിടയിലുള്ള ഭാഗത്ത് ബ്ലൂ കളർ ലൈൻസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അത് നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പം ഡൈനിങ് ഏരിയ അല്ല ഗസ്റ്റ് ഏരിയ എന്നൊക്കെ പറയും, രണ്ടായിട്ട് തരംതിരിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ഒറ്റ ഇത് തന്നെയാണ്, ഹോള് തന്നെ. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ പോലെ നമുക്ക് ആക്കി എടുക്കാവുന്നതാണ്. ഒരു ഒറ്റ ഹോളായി വലിയൊരു ഹോളായിട്ട് തന്നെയാണ് ഇത് കിടക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു ഷോ കേസ് ഏരിയ പോലെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പഴയ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതൊരു ഞാൻ പറഞ്ഞൊരു ബഡ്ജറ്റഡ് ഹോമാണ്. അതായത് നമുക്കൊരു എന്താ പറയുക, ഇച്ചിരി വില കുറഞ്ഞ് നിൽക്കുന്ന ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. ഈ ഹോളിൻ്റെ 2 സൈഡിലായിട്ടും, ഒരു സൈഡിലും ജനാല നൽകിയിട്ടുണ്ട്. 3 പാളികളുടെ 2 ജനാല ഈ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന്, ചെറിയ ബഡ്ജറ്റിന് ഉതകുന്ന ഒരു വീടാണിത്. ഇനി നമുക്ക് ഈ ഹോളിൽ തന്നെ ഇവിടെ നോക്കിച്ച ഹോളിൽ തന്നെ ഒരു ചെറിയൊരു ചെറിയൊരു ഉള്ളിലേക്ക് കയറിയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. 8x8 സൈസിലുള്ള ഒരു ചെറിയ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 പാളി ജനാല ഒരു ഭിത്തിയിലും 2 പാളി ജനാല അടുത്ത ഭിത്തിയിലുമായി നൽകിയിരിക്കുന്നു. ഈ 2 ഭിത്തികളിലും ജനാല കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് കിഴക്ക് ഭാഗത്തുനിന്നും ഒന്ന് തെക്ക് ഭാഗത്തുനിന്നുമാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ പ്രകാശത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ മേളിലൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. അവിടെ പോലും AC പോയിന്റ് നൽകിയിട്ടുണ്ട്. AC വെക്കണമെന്നുണ്ടെങ്കിൽ AC വെക്കാം. അതിൻ്റെ പോയിന്റും കാര്യങ്ങളെല്ലാം അവിടെ നൽകിയിട്ടുണ്ട്. ഇതൊരു കോമൺ ബാത്റൂമാണ്. ഒരു കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നു. ഇതാണ് കോമൺ ബാത്റൂം. കോമൺ ബാത്റൂമിന് അത്യാവശ്യം നല്ല എന്താ പറയുക, പൂക്കളുള്ള ഒരു ടൈലിലൊക്കെ നൽകിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ചെറിയതാണെങ്കിലും നല്ല മനോഹരമായിട്ട് ഈ ബാത്റൂമിനെ അണിയിച്ചൊരുക്കാൻ എൻ്റെ ബിൽഡർ ശ്രമിച്ചിട്ടുണ്ട്. ഫൈബർ ഡോറുകൾ നൽകിയിരിക്കുന്നു. അത് ഞാൻ അടയ്ക്കാനാണ്. ഇനി നമുക്ക് ഈ വീട്ടിലെ അടുക്കള, നമുക്ക് ആദ്യം ഓരോ സൈഡ് അങ്ങ് തീർത്ത് പോകാം അല്ലേ, അങ്ങനെ കണ്ടു പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്കാണ് അടുത്ത് പോകേണ്ടത്. അടുക്കളയിലെ ഡോറിനൊരു ഗ്ലാസ് പകുതി വെച്ചിട്ടുള്ള ഒരു ഹാഫ് ഗ്ലാസും ഹാഫ് ഇതും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്.
അടുക്കളയിലേക്ക് കയറുമ്പോൾ ടൈലുകൾ ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമായിട്ടുണ്ട്. ഒരു എന്താ പറയുക, നമ്മുടെ തടിയുടെ ഒക്കെ ഫീൽ അല്ലെങ്കിൽ തടി പാകി വെച്ചേക്കുന്ന നമുക്കൊരു ഫീൽ കിട്ടാൻ രീതിയിലുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബെഞ്ച് ടോപ്പ്. ബെഞ്ച് ടോപ്പിനെല്ലാം ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. അവിടെ എല്ലാം താഴത്തെല്ലാം സ്റ്റോറേജ് സ്പേസ്, ഇതെല്ലാം മൾട്ടിവുഡ് കൊണ്ട് തീർത്ത സ്റ്റോറേജ് സ്പേസുകളാണ്. ഇത് ഗ്യാസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു എയർ വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള സാധനം നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. ഇനി മുകളിലും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നോക്കിക്കേ, ഇതെല്ലാം മൾട്ടിവുഡ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്ത് തീർത്തേക്കുന്നത്. ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ സൈഡുകളിലെല്ലാം ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 3 പാളിയുടെ ചെറിയ കുഞ്ഞു ജനാല വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഡോർ ഇല്ലാത്ത ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ കയ്യെത്തുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സിങ്കിനകത്ത് 2 പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാട്ടർ കണക്ഷൻ വരുന്നത് 2 ജലസ്രോതസ്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പൈപ്പ് വാട്ടറും അതുപോലെ തന്നെ കിണർ വെള്ളവും. അതേപോലെ ഇവിടെ കിണർ ഇതാണ്, ചെറിയൊരു കിണർ ഇവിടെ ഉണ്ട്. ഇതിന് പൈപ്പ് മോട്ടർ ഫിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പം ബക്കറ്റ് കൊണ്ട് കോരി എടുക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. കാരണം അത് പഴയ കിണറാണ്. ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങൾ മോട്ടർ വെച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ നിൽക്കുന്നതിന് നേരെ പുറകിലാണ് ഇത് വരുന്നത്. ഇവിടെ ആയിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. നല്ല ഇച്ചിരി ഡിസ്റ്റൻസിലാണിത്. ഇവിടാണ് ക്ലോസറ്റ് വരുന്നത്. ക്ലോസറ്റിന് സേഫ്റ്റി ടാങ്ക് വരുന്നത് ഇവിടാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കിണറുമായിട്ട് നല്ല ദൂരത്തിലാണ് ഇരിക്കുന്നത്. ഇനിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളിൽ കാണേണ്ടതുണ്ട്. അത് കണ്ടിട്ടില്ല. അപ്പോൾ വെള്ളം ഇതാണ്. 2 ജലസ്രോതസ്സാണുള്ളത്. കിണർ വെള്ളമുണ്ട്, പൈപ്പ് വെള്ളമുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിൻ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അതാണ് ഏറ്റവും വലിയ ബെഡ്റൂം ഇവിടെ ഉള്ളത്. ഇതാണ് 12x11 സൈസിലുള്ള വലിയൊരു ബെഡ്റൂമാണിത്. അത്യാവശ്യം ഇവിടെ ഈ 2 ബെഡ്റൂമിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണ്. ഇവിടെ 2 ഭിത്തികളിലായിട്ട് 3 പാളികളുടെയും 2 പാളികളുടെയും 2 ജനാല കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബെഡ്റൂം, ബാത്റൂം എൻ്റർലി വേറൊരു കളർ തീമാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, അത്യാവശ്യം സ്പേഷ്യസും ആയിട്ടുള്ള ഒരു ചെറിയ ബാത്റൂം. വലിയ ബാത്റൂം അല്ല, ചെറിയ ബാത്റൂമാണ്. ഇനി നമുക്ക് പോകേണ്ടത്, ഇനി ഇവിടെ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷ് ഏരിയ ആണ്. അതായത് ഇവിടെ നിന്നൊരു മുകളിലായിട്ടൊരു സ്റ്റെയർ കേസ് പോയിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഇവിടെ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. വലിയ പണികളോ അലങ്കോല പണികളോ ഒന്നുമില്ല, ചെറിയൊരു വാഷ് ഏരിയയുടെ ഈ ഒരു പോർഷനിൽ ടൈൽസ് ഇട്ട് മനോഹരമായിട്ടുണ്ട്. ടെസ എന്ന് പറഞ്ഞ കമ്പനിയുടെ വാഷ് ഫേസിനാണ് യൂസ് ചെയ്തേക്കുന്നത്. താഴത്ത് ഇതിനുള്ള ഇൻവെർട്ടർ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. സ്റ്റെയർ കേസ് ഒറ്റ നിലയാണ് ഈ വീട്. എങ്കിൽ പോലും സ്റ്റെയർ കേസിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പ് കൊണ്ട് ചെയ്തേക്കുന്ന നല്ല മനോഹരമായ ഒരു സ്റ്റെയർ കേസാണ് നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് നാളെ ഫ്യൂച്ചറിൽ ഈ വീട് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇത് ഉപകാരപ്പെടും. അന്ന് നമ്മളിത് വീണ്ടും ഇത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പണി. വേണമെങ്കിൽ നമുക്കിവിടെ അഡീഷണലായിട്ട് വേറെ റൂമുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീടിൻ്റെ ഈ പ്രൈസാണ് മെയിൻ. നിങ്ങൾ വീട് മുഴുവനായിട്ട് കണ്ടു. ഇവിടെ എന്താണ്? ഇവിടെ ഷെയർ നിങ്ങൾക്ക് ടാങ്ക് ഇരിക്കുന്ന മുകളിലാണ് കേട്ടോ. വാട്ടർ ടാങ്ക് മുകളിലാണ് ഇരിക്കുന്നത്. കാണാൻ പറ്റുന്നതല്ല, നല്ല വെയിലാണ്. അപ്പോൾ ഇനിയുള്ള മെയിനായിട്ടുള്ള കാര്യം ഈ വീടിൻ്റെ പ്രൈസാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരാപ്പുഴയാണ്. ഇവിടുന്ന് 8 കിലോമീറ്റർ 9 കിലോമീറ്റർ മാത്രമേ എടപ്പള്ളി ടൗണിലേക്കുള്ളൂ. 1 കിലോമീറ്റർ ഹൈവേയിലേക്ക്, അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 100 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എത്തി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ. പിന്നുള്ള പ്രൈസാണ് ഏറ്റവും വലിയ ഘടകം. പ്രൈസാണ് 32 lakhs ആണ് അവർ ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിളാണ്, നിങ്ങൾക്ക് സംസാരിക്കാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലല്ലേ, ചിപ്പം കൊടുക്കും. കറക്റ്റായി. അപ്പോൾ എന്താ പറയുക, 32 lakhs ആണ് പ്രൈസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ
അത് അത്യാവശ്യം വലിയ പ്രൈസ് അല്ല, സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യുന്ന വെച്ചാൽ ആ വിലക്കുള്ള ഒരു വീട്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും കേരളത്തിൻ്റെ പല കോണുകളിലും 32 ലക്ഷം 40 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വേറെ പലയിടത്തും പല വീടുകൾ കിട്ടും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം, ഇല്ല എന്നല്ല. പക്ഷേ ഈ വീടിരിക്കുന്ന സ്ഥലവും കൂടെ നിങ്ങൾ കണക്കാക്കണം. ഇത് എറണാകുളം നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗത്തിന് തൊട്ടടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വില ഉണ്ടാകുന്നതും. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പലരും ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ വീടുകൾ എന്താ പരിചയപ്പെടുത്താത്തത്, എന്താണ് എത്താത്തത്. ഉടൻ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും, എടുത്തെടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഉടൻ തന്നെ എല്ലായിടത്തും നമ്മൾ എല്ലാ ജില്ലയിലുള്ള സ്ഥലങ്ങളും വീടുകളും നമ്മൾ മാക്സിമം നിങ്ങൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. നല്ല വീടുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതായിരിക്കും, വിൽക്കാനുള്ള വീടുകളും ഒപ്പം തന്നെ നല്ല അല്ലാത്ത വീടുകളും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നതായിരിക്കും. അതെന്തായാലും ഞാൻ ഉറപ്പ് തരുന്നു. ഇനി നിങ്ങളുടെ ഈ പറഞ്ഞ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾ പറയുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനൽ, വീഡിയോ അല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദയവായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പം പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനോടെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാം. ചിലപ്പോൾ നിങ്ങളിത് കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ഉപകാരപ്പെടുന്ന വേറൊരു ആൾക്കായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തൊരു സുഹൃത്തിനായിരിക്കും ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.